ഹലോ മക്കളെ, മലയാളം പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എങ്ങനെയാണ് മുഖപ്രസംഗം അല്ലെങ്കിൽ എഡിറ്റോറിയൽ തയ്യാറാക്കുക എന്നുള്ളത് അല്ലെ. 7 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് എഡിറ്റോറിയലിന്റെ പ്രത്യേകത, എന്താണ് എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം എന്ന് പറയുന്നതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുഖപ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രത്തിന്റെയോ അതിന്റെ പ്രസാധകന്റെയോ എഡിറ്ററുടെയോ ഒക്കെ എന്താണ് അഭിപ്രായത്തെയാണ് അല്ലെ, ഒരു പ്രത്യേക വിഷയത്തിലുള്ള അവരുടെ അഭിപ്രായത്തെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വാർത്തയെക്കുറിച്ചോ ഒക്കെയുള്ള എഡിറ്ററുടെ അഭിപ്രായം, ഒരു പത്രത്തിന്റെ കാഴ്ചപ്പാടാണ് എന്തെന്ന് പറയുന്നത് എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ചുറ്റുപാടുകളിൽ സമകാലികമായിട്ടുള്ള പ്രസക്തിയുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെയാണ് എന്ത് ചെയ്യുക പലപ്പോഴും മുഖപ്രസംഗത്തിൽ നമ്മൾ കാണാറുള്ളത്. അപ്പൊ നമുക്ക് ഒരു പത്രത്തിന്റെ നിലപാടാണത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം അല്ലെ. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. ഉചിതമായിട്ടുള്ള ഒരു തലക്കെട്ട്, ശീർഷകം, ഹെഡിങ് എന്താണ് മുഖപ്രസംഗത്തിൽ നിർബന്ധമാണ്. അതേപോലെ വിഷയത്തെ ഉൾക്കൊള്ളിച്ച് ഉൾക്കൊള്ളുന്നതാവണം. അത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ മുഖപ്രസംഗം തയ്യാറാക്കേണ്ടത്. സമൂഹത്തിന്റെ മനോഭാവത്തെ എന്ത് ചെയ്യണം നമ്മൾ വിശകലനം ചെയ്യണം. കാരണങ്ങളും പരിഹാര മാർഗങ്ങളും നമ്മൾ എഡിറ്റോറിയലിൽ അവതരിപ്പിക്കണം. വിഷയം ക്രമീകരിച്ചാണ് അവതരിപ്പിക്കേണ്ടത്. ഒരു തുടക്കം, വളർച്ച ഒരു ഒടുക്കം എന്നുള്ള രീതിയിൽ ഒരു ക്രമീകരിച്ച് ആ വിഷയത്തെ എന്താണ് ഒരു ആദ്യമധ്യാന്ത പൊരുത്തം ഉണ്ടാവണം. അതിന് പലപ്പോഴും നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടൊക്കെ നമ്മൾ പലപ്പോഴും എഴുതാറുണ്ട്. മലയാളം ആയതുകൊണ്ട് കുറെ എഴുതാനുണ്ടാവുമല്ലോ. അപ്പോൾ വിഷയത്തിൽ നമ്മൾ അപ്പാടെ മാറിപ്പോയിട്ട് പലപ്പോഴും എഴുതുന്നത് കാണാറുണ്ട്. അങ്ങനെ എഴുതരുത്. എന്താണോ വിഷയം ആ വിഷയത്തെ ഉൾക്കൊള്ളിച്ച് ഈ ഒരു തുടക്കവും വളർച്ചയും ഒക്കെ ഉള്ള രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ എന്ത് ചെയ്യണം അത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ആശയവ്യക്തതയോടുകൂടെ ആശയവ്യക്തതയോടുകൂടെ മുഖപ്രസംഗം എഴുതാൻ വേണ്ടി ശ്രമിക്കണം അല്ലെ. അപ്പൊ ഇത്രയും പോയിന്റുകളൊക്കെ ഉൾക്കൊള്ളിച്ച് ഈ ഒരു ഘടന പാലിച്ചുകൊണ്ട് നമ്മൾ മുഖപ്രസംഗം എഴുതി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മുഖപ്രസംഗത്തിന്റെ 7 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ മുഖപ്രസംഗം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഈ ഒരു രീതിയിൽ അടിപൊളിയായിട്ട് എഴുതണം.